ആന മരം മറിച്ചിട്ടതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ MA കോളേജ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. നേര്യമംഗലം ചെമ്പൻകുഴിയിൽ ഇന്നലെയാണ് സംഭവം നടന്നത്. 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ആൻമേരിയാണ് മരിച്ചത്. സുഹൃത്ത് അൽത്താഫിനൊപ്പം കട്ടപ്പനയിൽ നിന്ന് കോതമംഗലത്തേക്ക് മടങ്ങും വഴി മരം ആൻമേരിക്ക് മേൽ വീഴുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് നീണ്ടപാറ ചെമ്പൻകുഴിയിൽ വെച്ചാണ് കട്ടപ്പനയിൽ നിന്നും കോതമംഗലത്തേക്ക് മടങ്ങിവരും വഴി വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് സ്വദേശിനി ആൻമേരി, അടിവാട് സ്വദേശി അൽത്താഫ് എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്കാണ് മരം വീണത്. ഒരു മരം വീഴുന്ന ഒച്ച കേട്ടിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം മഴയില്ലാത്ത സമയത്ത് എങ്ങനെ മരം വീണെന്ന് ആദ്യം മനസ്സിലായില്ല. അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നതായിട്ട് അടുത്തൊരു ചേച്ചി ഓടി വന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ റോഡിൽ വന്ന് കയറി നോക്കുന്നത്. റോഡിൽ വന്ന് നോക്കുമ്പോൾ ഒരു പെങ്കൊച്ച്, ഒരു 25 വയസ്സടുത്ത പ്രായമുള്ള ഒരു പെങ്കൊച്ച് വഴിയിൽ വീണ് കിടപ്പുണ്ട്. കൂടെ ഒരു 10-28 വയസ്സുള്ളൊരു ആൺപയ്യനുമുണ്ട്. അപ്പോൾ അവർ ബൈക്കിന് വന്നവരാ. ബൈക്കിലോട്ട് ഈ പന വന്ന് മരത്തിലടിച്ചിട്ട് ആ മരത്തിൻ്റെ കമ്പ് വന്ന് ആ കൊച്ചിൻ്റെ ദേഹത്ത് തട്ടി. അപ്പോൾ കൊച്ചു വഴിയിൽ വീണു. അപ്പോൾ ഈ വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ പയ്യൻ നിസ്സഹായനായതുകൊണ്ട് അവൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ആകെ വെപ്രാളപ്പെട്ട് നടക്കായിരുന്നു. അതുകൊണ്ട് അവനോട് കാര്യമായിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. ഈ കൊച്ചിനെ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ തല മുറിഞ്ഞിട്ടുണ്ട്, ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഫോറസ്റ്റുകാർ വണ്ടി ആ സമയത്ത് വന്നു. അപ്പോൾ വണ്ടിയെ തന്നെ നമ്മൾ കൊച്ചിനെയും അവരെ കയറ്റി പറഞ്ഞു വിട്ടു. അതുകൊണ്ട് അവർ എവിടെയുള്ളവരാണെന്ന് അറിയാൻ മേല, പക്ഷേ അതിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിന്നീടാണ് മേളിൽ നിന്ന് 2 കൊമ്പനാന ഇറങ്ങി വന്നത്. അപ്പോൾ 2 ആന ഉണ്ടായിരുന്നു. അപ്പം അത് ഫോറസ്റ്റുകാർ വന്നിട്ട് പടക്കം പൊട്ടിക്കുന്നിടം വരെ ആന ഇവിടെ ചുറ്റിപ്പറ്റി നിന്നു. അത് താഴോട്ട് ഇറങ്ങാൻ സൗകര്യം ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അടുത്ത് ആളെ രക്ഷിക്കാൻ പറ്റിയതാണ്. ഈ ഇവിടെ തിട്ടിലായതുകൊണ്ട് താഴോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മളിവിടെ അടുപ്പിക്കത്തില്ലായിരുന്നു. ആന വയലന്റ് ആയിട്ടാണ് കണ്ടത്. ചെമ്പൻകുഴി പാതയോട് ചേർന്ന വനമേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടം മറച്ചിട്ട പന റോഡരികിലെ മറ്റൊരു മരത്തിൽ വീണു. ആ മരത്തിന്റെ വലിയ ചില്ലയൊടിഞ്ഞ് ആൻമേരിയുടെ മേൽ പതിക്കുകയായിരുന്നു. ഇരുവരെയും ഉടൻ തന്നെ നേര്യമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോതമംഗലം ബസേലിയസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ആൻമേരിയെ രക്ഷപ്പെടുത്താനായില്ല. പാലക്കാട് സ്വദേശിനിയായ ആൻമേരി കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. പരിക്കുകളോടെ കോതമംഗലം മാർ ബസേലിയസ് ആശുപത്രിയിൽ തുടരുന്ന അൽത്താഫ് 3ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ടെന്നും ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അടിയന്തരമായ ആനക്കൂട്ടത്തെ ഇവിടെ നിന്നും അകറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.